മാഷേ നമസ്കാരം. നമസ്കാരം. ആളിക്കത്തുന്ന മുനമ്പം വിഷയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? വഖഫ് ഭൂമി ഫറൂഖ് കോളേജ് മറ്റു ഒരാൾക്ക് വിറ്റത് ശരിയോ തെറ്റോ തുടങ്ങിയ ചർച്ചകളാണ് കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഇന്ന് മുനമ്പം സർക്കാർ ചർച്ച ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളതൊരു രേഖയാണ്. ആ രേഖയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്ന് വെളിപ്പെടുത്തിയാൽ. യെസ്, ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു രേഖയെക്കുറിച്ച് പറയാൻ അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഫറൂഖ് കോളേജ് എൻ്റെ കൂടി കോളേജാണ്. മാത്രമല്ല ഇപ്പോൾ എൻ്റെ സഹോദരി അവിടുത്തെ അധ്യാപികയാണ്. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ ഏറെ ഉയർന്നു കേട്ടൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മിണ്ടാത്തത്? അവരെയാണല്ലോ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വാർത്തകൾ നിറയുന്നത് അങ്ങനെയാണല്ലോ, അപ്പോഴും എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത്? ഞാൻ ഈ ചോദ്യം എനിക്ക് ആദരണീയനായ ഗുരുതുല്യനായ ഒരു സുഹൃത്താണ് ഡോക്ടർ ഹുസൈൻ മടവൂർ, മുജാഹിദിൻ്റെ അറിയാലോ, KNMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അഖിലേന്ത്യാ തലത്തിൽ ഒരുപാട് പാവങ്ങളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വലിയൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം മതപണ്ഡിതനാണ്. ഏറ്റവും മാനവികമായി കാലികമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. മുനമ്പത്ത് വന്നിരുന്നു ഒരു സർവ സമുദായ സംഘത്തോടൊപ്പം. അവർക്കൊരു പൊതുവേദിയുണ്ട്. അവർ വന്ന് പറഞ്ഞത് ആദ്യത്തെ കാര്യം, ഒരു കാരണവശാലും മുനമ്പത്തെ ഒരൊറ്റ പാവപ്പെട്ടവനെ ഇറക്കി വിടാൻ പാടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഫറൂഖ് കോളേജിനെ കുറിച്ച് ഇത്രയും ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മിണ്ടാത്തത്? അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ ഉത്തരം, ഫറൂഖ് കോളേജ് പറയേണ്ടതൊക്കെ പറയുകയും രേഖപ്പെടുത്തേണ്ടതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ട കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചില്ല, അവരാണത് അന്വേഷിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സംശയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, ആദ്യന്തം അതിൻ്റെ ഉടനീള സാക്ഷിയായ ഒരാൾ, അന്തരിച്ച പ്രൊഫസർ KA ജലീൽ സാറാണ്. KA ജലീൽ സാർ ഇവിടുത്തുകാരനാണ്, പറവൂർക്കാരനാണ്. അദ്ദേഹം ഇവിടുന്ന് ആലുവ UC കോളേജിലാണ് പഠിച്ചത്. പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ PG കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹം ഫറൂഖ് കോളേജിൽ വരുന്നത്. ഫറൂഖ് കോളേജ് തുടങ്ങുന്ന 1948 അന്ന് മുതൽ അവിടുത്തെ അധ്യാപകനാണ് അദ്ദേഹം. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലായി. ദീർഘകാലം ഫറൂഖ്, പതിറ്റാണ്ടുകളോളം ഏതാണ്ട് 70 വരെ അദ്ദേഹമാണ് ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ പദവി അദ്ദേഹം ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടാണ്. എൻ്റെ ഓർമ്മ 1979 അദ്ദേഹം വൈസ് ചാൻസലറായി. അതുപോലെ അതിനുശേഷം അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട ഒരു പദവി വഖഫ് ബോർഡ് മെമ്പറായി, ആദ്യം വഖഫ് ബോർഡ് ചെയർമാനായി. പിന്നെ അപ്പോൾ ഈ 3 പദവിയിൽ ഉടനീളം ഇരുന്ന ഒരാൾക്കല്ല ആണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി അദ്ദേഹമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർക്കേണ്ട കാര്യം, 2012 അദ്ദേഹം മരിച്ചത്. 12 വരെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം വരുന്നത് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലാണ്. 2007 വരെ ആരും അവകാശവാദം ഉന്നയിക്കാനൊന്നും വന്നിട്ടില്ല. 2007 VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് 2009 റിപ്പോർട്ട് സമർപ്പിച്ചു. 2010 കേരളത്തിലെ മന്ത്രിസഭ ക്യാബിനറ്റ് അത് അംഗീകരിക്കുമ്പോഴാണ് ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് മുനമ്പം എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. എന്നാൽ ഈ നിസാർ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ എവിടെയും ഫറൂഖ് കോളേജിലെ ഏതെങ്കിലും ഒരു രേഖ പരിശോധിക്കുകയോ ജീവിച്ചിരുന്ന ഉടനീളം ഈ ചരിത്ര സംഭവങ്ങളുടെ മുഴുവൻ സാക്ഷിയായ ജലീൽ സാറിനോട് പോലും ഒന്നും സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്നോ അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഇതൊന്നും അന്വേഷിക്കാതെ അദ്ദേഹം ഇത് വഖഫ് ഭൂമിയാണ്, വീണ്ടെടുക്കണം എന്ന് എഴുതി വെച്ചു. അതാണ് കോടതിയിൽ പോയത്. അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ, ആ റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരായത്. അതാണ് ഇന്നും തലവേദനയായിത്തീരുന്നത്. ചോദ്യം ഇതാണ്, ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ട് 1950 നവംബർ 1 കൊച്ചിയിലെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ദാനം ചെയ്ത ഭൂമി വഖഫാണ് എന്നാണല്ലോ സങ്കല്പം. ചോദ്യം, വഖഫ് ഭൂമി ആയിരുന്നെങ്കിൽ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന് ആധാരം നോക്കാതെ തന്നെ അറിയാവുന്ന മഹാപണ്ഡിതന്മാരും സൂക്ഷ്മതയുള്ളവരുമായിരുന്നു അന്നത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഫറൂഖ് കോളേജ് കമ്മിറ്റി. അബു സബാ അഹമ്മദ് അലി സാഹിബായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം വലിയ സൂഫി വര്യനായ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം അതീവ സൂക്ഷ്മത പുലർത്തി ജീവിച്ച ഒരാളാണ്. അദ്ദേഹം അത് ചെയ്യില്ല. വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നറിയാത്തവരല്ല അവർ. പിന്നെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത് ഒന്ന് പാലക്കാട്ടെ ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബായിരുന്നു. വലിയ ധനാഢ്യനായിരുന്നു. വഖഫ് ഭൂമി വിൽക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ല. മാത്രമല്ല സൂക്ഷ്മത ഉണ്ടായിരുന്ന ആളുകളാണ്. സെക്രട്ടറി ആരായിരുന്നു? കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നേതാവായിരുന്ന KM CD സാഹിബായിരുന്നു. ഇന്നത്തെ ലീഗ് നേതാക്കന്മാരെ കുറിച്ചുള്ള ആരോപണങ്ങളൊന്നും അവരെക്കുറിച്ചൊന്നും വന്നിട്ടില്ല. അത്ര സൂക്ഷ്മത ജീവിതത്തിൽ 1 പൈസയുടെ അഴിമതി ആരോപണങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത
ഒരു മനുഷ്യനാണ് സിദി സാഹിബ്. ഇത്തരം ബാഫക്കി തങ്ങൾ അതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ MP അതിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗുകാരായിരുന്നെങ്കിൽ പോലും അന്ന് ഒന്നും തന്നെ ഇവരൊന്നും ഉള്ളതൊക്കെ മുസ്ലിം ലീഗിന് ആകെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു കാറ് പോലും ഈ കോളേജിന് സംഭാവന ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ എന്ത് അങ്ങോട്ട് കൊടുക്കാമെന്നല്ലാതെ രാഷ്ട്രീയം കൊണ്ടൊന്നും ഉണ്ടാക്കിയവരല്ല. അപ്പോൾ ഈ ചോദ്യം അവശേഷിക്കുന്നു, പിന്നെ ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയ ഭൂമി, വഖഫ് ആയിട്ട് ദാനം കിട്ടിയ ഭൂമി എങ്ങനെ വിറ്റു? അപ്പോഴാണ് എന്നോട് ഹുസൈൻ മടവൂർ സാറ് പറഞ്ഞത്, നീ ജലീൽ സാറിൻ്റെ ആത്മകഥ വായിച്ചാൽ മതി. ആ പുസ്തകം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ ഒരു കോപ്പി ഉണ്ട്, ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളോട് ആ പുസ്തകം എടുക്കാൻ പറഞ്ഞു. ഒറ്റ കോപ്പി ഉണ്ടായിരുന്നു അവള്, പക്ഷെ അവിടെ നിന്ന് തന്നെ എൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് തന്നു. ആ കോപ്പിയിൽ പറയുന്നത് വലിയ പുസ്തകമാണ്, 300 പേജുള്ള പുസ്തകമാണ്, 280 പേജുള്ള പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പ്രൊഫസർ KA ജലീൽ സാറാണ് എൻ്റെ ഓദർ. അദ്ദേഹം 280 പേജുള്ള പുസ്തകമാണ്. അതിന് ഏതാണ്ട് 51 കൊച്ചു കൊച്ചു അധ്യായങ്ങളാണ്. വളരെ സരളമായി അതീവ വായനക്ഷമമായ പുസ്തകമാണ്. ഇരുന്ന ഇരിപ്പിൽ നമ്മൾ ആരും കൈ കിട്ടിയ പേര് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉടനീളമുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ അതിൽ 51 അധ്യായങ്ങളുണ്ട്. അതിൽ 18ാമത്തെ അധ്യായത്തിലെ 108ാം പേജ്, 18ാം അധ്യായം 108ാം പേജിലെ ഒരു പാരഗ്രാഫ്, ഒരു കൊച്ചു പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് എന്താണ് ആ അധ്യായത്തിൻ്റെ പേര്? ആരംഭ നാളുകളിലെ അധ്വാനവും ആഹ്ലാദവും എന്നാണ് അധ്യായത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ഒരു ഫറൂഖ് കോളേജിൽ പോയിട്ടുണ്ടോ? കാണേണ്ടതാണ്. ഒരു വലിയ കുന്നും മൊട്ടക്കുന്നായിരുന്നു. ആ മൊട്ടക്കുന്ന് മുഴുവൻ വലിയൊരു മനോഹരമായ പൂവാടിയാക്കി തീർക്കുകയും അവിടെ ലോകോത്തരമായൊരു കലാലയം കെട്ടിപ്പടുക്കുകയും ചെയ്ത ആദ്യ നാളുകളിൽ പതിറ്റാണ്ടുകളോളം ഫറൂഖ് കോളേജ് ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് വളർത്തിയ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി പ്രൊഫസർ KA ജലീൽ സാറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾ വലിയ കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാടുകൾക്കിടയിൽ വന്ന ചില ആഹ്ലാദം എന്താണ്? മാനേജിംഗ് കമ്മിറ്റി സംഭാവന, പണമാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അക്കാലത്തെ മുസ്ലിം പ്രമാണിമാരെയൊക്കെ സംഭാവന പിരിക്കാൻ വേണ്ടി സമീപിച്ചു. അപ്പോൾ ഉണ്ടായ സന്തോഷകരമായ അനുഭവങ്ങൾ, ചിലർക്ക് ഉദാരമായി സംഭാവന ചെയ്ത അനുഭവങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഒരു പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നത്. ആ പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊച്ചിയിലെ സിദ്ദിഖ് സേട്ട് വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് മുനമ്പം എന്ന സ്ഥലത്ത് കടലിനും തോടിനും മധ്യേ സ്ഥിതി ചെയ്തിരുന്ന വിശാലമായ ഭൂപ്രദേശം കോളേജിന് നൽകി. 404 ഏക്കർ വിസ്താരമുണ്ടായിരുന്ന ആ ഭൂമിയുടെ പല ഭാഗവും ഇടക്കാലത്ത് കടലെടുത്തു പോയതുകൊണ്ട് വിസ്തൃതി 151 ഏക്കറായി കുറഞ്ഞിരുന്നു. ആ ആധാരത്തിൽ 405 ഏക്കറോ മറ്റോ ഉണ്ട്, അതില്ല. കോളേജിന് ലഭിക്കുമ്പോൾ 151 ഏക്കർ സ്ഥലം രണ്ടായി പിരിഞ്ഞു കിടക്കുകയായിരുന്നു. തോടിൻ്റെ ഭാഗത്ത് അതൊരു ജലാശയമായി മാറിക്കഴിഞ്ഞിരുന്നു. വളരെ വികസന സാധ്യതയുള്ള സ്ഥലമായിരുന്നു അത്. ഇതാണ് ഈ പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഇതിൽ എവിടെയാണ് സർ വഖഫ്? ഇതാണ് ചോദ്യം. ഇത് തന്നെയാണ് ചോദിക്കേണ്ടത്. ഇത് ചോദിക്കേണ്ടവരൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി അതിൻ്റെ ഉത്തരം കൂടി അവസാനത്തെ ഒരു വരിയിലുണ്ട്. എന്താ ഉത്തരം എന്നറിയോ? 1,00,000 ഉറുപ്പിക അക്കാലത്തെ വില നിശ്ചയിച്ചായിരുന്നു സ്ഥലം കോളേജിന് നൽകിയത്. കാര്യം മനസ്സിലായോ? സംഭവിച്ചത് എന്താ? സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ഈ സ്ഥലം അക്കാലത്തെ താരതമ്യേന കുറഞ്ഞ വിലക്ക് വിറ്റു. അതാണ്. എന്നിട്ട് ആ ആധാരത്തിൽ എഴുതി വെച്ചു. എന്ത്? ആ ആധാരത്തിൽ എഴുതി വെച്ചപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ സാധാരണഗതിയിൽ വാങ്ങുന്നയാൾ പോണ്ട, വിൽക്കുന്നയാൾ പോയാൽ മതി. അപ്പോൾ ആധാരം എഴുതി വെച്ചപ്പോൾ അതിൽ വഖഫ് ആധാരം, അതൊരു പക്ഷേ അന്ന് ഈ കോളേജിന് കിട്ടുന്ന ഭൂമിയുടെയൊക്കെ ആധാരം അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ശീലം ഉണ്ടാകാം. ഇനി ഇതിനതല്ലാത്തൊരു കാരണം കൂടിയുണ്ട്. ഈ സിദ്ദിഖ് സേട്ട് ആരാണെന്നറിയോ? കൊച്ചിയിലെ വ്യാപാരിയാണ്. പക്ഷെ ഈ ഭൂമി ആരുടേതാണ്? സത്താർ സേട്ടിൻ്റെതാണ്. സത്താർ സേട്ടിനാണ് ശ്രീമൂലം തിരുനാൾ ഈ ഭൂമി 1902 പാട്ടത്തിന് കൊടുത്തത്. 48 ദാനമാക്കി തീരെഴുതി കൊടുത്തത്. ആ ഭൂമിയുടെ റിസീവർ മാത്രമാണ് സിദ്ദിഖ് സേട്ട്. സിദ്ദിഖ് സേട്ട് സത്താർ സേട്ടിൻ്റെ ആരാണ്? ആരുമല്ല, യാതൊരു തരത്തിലുള്ള കുടുംബ ബന്ധമുള്ള ഒരാളല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതാണ്? സത്താർ സേട്ടിൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്. അപ്പോൾ സത്താർ സേട്ടിൻ്റെ അനന്തരാവകാശികളോട് പറയാൻ വേണ്ടി ഞാനിത് ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്ത് കൊടുത്തു എന്ന് എഴുതാനാണ് ഒരു വാക്ക്. വലിയ അക്കാലത്തെ മോശമല്ലാത്ത പണമാണ് 1,00,000 രൂപ. ഓർക്കണം, 48-ലെ 1,00,000 രൂപയാണ്. അത്ര മോശം വിലയല്ല അത്. അപ്പോൾ 100 ഏക്കർ 150 ഏക്കർ ഭൂമി ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തായി? സത്താർ സേട്ടിൻ്റെ കുടുംബത്തെ
ഇത് ദാനം കൊടുത്തതായിട്ട് വഖഫ് ചെയ്തതായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കാശ് വാങ്ങി കച്ചവടം ചെയ്ത് ഫറൂഖ് കോളേജിന് വിൽക്കുകയും ചെയ്തു. ഫറൂഖ് കോളേജ് എന്താ ചെയ്തത്? ഫറൂഖ് കോളേജ് ഇത് നോക്കി നടത്താനും ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം വിൽക്കാനുമായിട്ട് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. അഡ്വക്കേറ്റ് MV പോൾ എന്ന് പറയുന്ന വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ സൗകര്യം പോലെ ഭൂമി പലർക്കായിട്ട് വിറ്റു. അത് പിന്നീട് പലരായി മറിച്ച് വിറ്റുപോയി. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എന്താണ്? 614 കുടുംബങ്ങളുണ്ട്, 10,000-ഓളം മനുഷ്യരുണ്ട് അവിടെ താമസിക്കുന്നവർ. മത്സ്യത്തൊഴിലാളികളാണ് ഒരു ഭാഗത്ത്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അവിടെ കുറേ റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. ക്ലബ്ബ് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ വന്നിട്ടുണ്ട്. ഇവരൊന്നും ഇപ്പോൾ ഇത് അടിസ്ഥാനമില്ലാത്ത ഭൂമിയാണെങ്കിൽ വാങ്ങൂലല്ലോ. വിൽക്കാൻ അവകാശമുള്ള ഭൂമി ആയതുകൊണ്ടാണ് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഫറൂഖ് കോളേജ് വഖഫ് ഭൂമി വിറ്റിട്ടുണ്ടോ? ഇല്ല. ഫറൂഖ് കോളേജിന് വഖഫ് ഭൂമി കിട്ടിയിട്ടുമില്ല. ഫറൂഖ് ഇത് വഖഫ് അല്ല എന്ന് സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ രേഖ ഏതാണ്? ഈ രേഖയാണ്. ഇതിന്റെ മുഴുവൻ രേഖകളും ഫറൂഖ് കോളേജിന്റെ മിനിറ്റ്സിലുണ്ട്. സുതാര്യമല്ലാത്ത ഒന്നും ഫറൂഖ് കോളേജിന്റെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഈ വിഷയത്തില് ഇത്രയും കാലമായിട്ട് ഫറൂഖ് കോളേജിന്റെ ഭാഗത്തുനിന്ന് മൗനമായിരുന്നു. മൗനമല്ല, സത്യത്തിൽ അവർ പറയുന്നത് ചോദിക്കേണ്ടവർ ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ മുസ്ലിം സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സർവകക്ഷി യോഗം വിളിച്ചല്ലോ, അപ്പോൾ പറഞ്ഞു വഖഫ് ഭൂമിയല്ല, ഞങ്ങൾക്ക് വിലക്ക് തന്നാണ്, വിലക്ക് വിറ്റു. ഇനി വിലക്ക് വിറ്റാൽ ഒരു ദാനം മീൻസ് ഒരു വിലക്ക് വാങ്ങിയ ഭൂമി വിലക്ക് വിറ്റു. എന്തിന്? കാശുണ്ടാക്കാനല്ല. അത് സമാന്തരമായിട്ട് അവിടെ ഒരു ഭൂമി വാങ്ങി ഫറൂഖ് കോളേജിനോട് സമീപത്ത് ഒരു ഫീഡിംഗ് സ്കൂൾ, ഫറൂഖ് കോളേജിൻ്റെ അതേ നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്കൂള്, അൽ ഫാറൂഖ് ഇംഗ്ലീഷ് സ്കൂൾ, അത് തുടങ്ങാൻ വേണ്ടി ഭൂമി വാങ്ങി. അവരൊന്നും അന്യായമായി ചെയ്തിട്ടില്ല. പ്രശ്നം എവിടെയാണ്? 2007 ഇത് ഒരു നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതായത് വഖഫ് ഭൂമി വ്യാപകമായി ആരൊക്കെയോ കയ്യേറിയിട്ടുണ്ട്. കയ്യേറിയ മുസ്ലിം പ്രമാണിമാർ പലയിടത്തും ഉണ്ട്, വസ്തുതയാണ്. അപ്പോൾ അത് അന്വേഷിക്കാൻ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റി വെച്ചു. അതാണ് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി, MA നിസാർ കമ്മിറ്റി. ആ കമ്മിറ്റി 2009 റിപ്പോർട്ട് സമർപ്പിച്ചു. 2010 അത് മന്ത്രിസഭ അംഗീകരിച്ചു. അപ്പോഴാണ് ഇത് വഖഫ് ഭൂമിയായി ഡിക്ലെയർ ചെയ്യുന്നത്. ഈ നിസാർ കമ്മിറ്റി പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷി ഫറൂഖ് കോളേജാണല്ലോ. അവരുടെ രേഖ പരിശോധിക്കുകയോ ഇത് മുഴുവനും എഴുതി വെച്ച ഇതിൻ്റെ ഉടനീള സാക്ഷിയായ പ്രൊഫസർ KA ജലീൽ സാറ്. KA ജലീൽ സാർ ആരാണ്? ഇപ്പോഴത്തെ വഖഫ് ബോർഡിൻ്റെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നയാളാണ്. വഖഫ് ബോർഡിന്റെയും ഫറൂഖ് കോളേജിന്റെയും വക്താവായിട്ട് കാണാവുന്ന ഒരാളാണ്. അദ്ദേഹവും ജീവിച്ചിരിപ്പുണ്ട്. 2012 അദ്ദേഹം മരിച്ചുള്ളൂ. അദ്ദേഹത്തെ എങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിസാർ കമ്മിറ്റി ഈ അബദ്ധം കാണിക്കുമായിരുന്നില്ല. ഫറൂഖ് കോളേജ് ഇപ്പോൾ ഇവിടെ കുറ്റവിമുക്തമായിരിക്കുകയായിരുന്നു. ഫറൂഖ് കോളേജ് കുറ്റക്കാരല്ല എന്ന് തെളിയിക്കുന്ന രേഖയാണിത്. ഫറൂഖ് കോളേജ് അന്നും എന്നും അത് തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, വിലക്ക് വിറ്റതാണ്. അവിടെ താമസിക്കുന്ന ഒരുത്തനും, അത് ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും അവിടെ പിന്നീട് വന്ന കച്ചവടക്കാരായാലും ആരും അവിടെ കയ്യേറി താമസിച്ചവരല്ല. ന്യായമായി വില കൊടുത്ത് സ്വന്തമായി ഭൂമി വാങ്ങി താമസിച്ചവരാണ്. കുഴപ്പം തുടങ്ങുന്നത് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് തൊട്ടാണ്. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരം രേഖകളൊന്നും കണ്ടിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പഴയ രേഖ എന്നുവെച്ചാൽ ഇദ്ദേഹം ആകെ പരിശോധിച്ചിട്ടുള്ളത് ഈ ആധാരമാണ്. ആധാരത്തിൻ്റെ ഒന്നാമത്തെ വരി വായിച്ചു നോക്കാനേ മൂപ്പർക്ക് നേരെ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ വരി എന്താ? വഖഫ് ആധാരം എന്ന് പറയുന്നുണ്ട്. അത് പിടിച്ചിട്ട് ഈ ഭൂമി മുഴുവനും വഖഫിൻ്റേതാണെന്ന് മൂപ്പർ ഡിക്ലെയർ ചെയ്തു. അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ തുടക്കം. അതുകൊണ്ട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഫറൂഖ് കോളേജിൻ്റെ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മുനമ്പം സർക്കാർ വിഷയം അവരെന്ത് തീരുമാനിക്കട്ടെ, അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പലരും ചർച്ച ചെയ്യാത്ത ഒരു ഇല്ല, ഇത് കാര്യമായി ചർച്ചയ്ക്ക് വന്നിട്ടേ ഇല്ല. മലയാള മാധ്യമങ്ങൾ ഇത് വേണ്ട വിധം ഉന്നയിച്ചിട്ടില്ല. നമുക്ക് ധാർമ്മികമായൊരു ബാധ്യത വെച്ചിട്ട് കിട്ടിയ വിവരം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന KA ജലീലിന്റെ ആത്മകഥ 18-ാം പേജിലെ 18-ാം അധ്യായത്തിലെ 108-ാം പേജിലെ പരാമർശം അത് മാത്രം ഒന്ന് എടുത്തു നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് എന്നോ കൃത്യമായ പരിഹാരം ഉണ്ടാകുമായിരുന്നു. അത് വേണ്ടവർ ചെയ്യാത്തതാണ് ഇതിൻ്റെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണമായത്. തീർച്ചയായിട്ടും മുനമ്പത്തുകാർക്ക് അവരുടെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും വെച്ച് പരിഹരിക്കാൻ ആത്മാർത്ഥമായി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾക്കൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട വെളിച്ചമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഫറൂഖ് കോളേജിന് കിട്ടിയ ഭൂമി വഖഫല്ല. നിസാർ കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടുമില്ല. ഇല്ല, അതാണ് കുഴപ്പങ്ങൾക്ക് കാരണം. ആ യാഥാർത്ഥ്യത്തിലേക്ക് കേരളം ഉണരട്ടെ, നമ്മുടെ പ്രേക്ഷകരത് അറിയട്ടെ, ഗവൺമെൻറ് വേണ്ടത് ചെയ്യട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.